കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്ന് യദുവിന് തോന്നിയോ? കണ്ണൊക്കെ ചോന്നിരുന്നു, സ്മെല്ല് അടിക്കുന്നില്ല, പക്ഷെ വേറെ എന്തോ ആണ്. നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത്? ഞാൻ കേട്ട് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചത്, എന്ത് ആംഗ്യം ഇതാണ്, വേറൊരു ഇതാണോ ആംഗ്യം എന്ന് എനിക്കറിഞ്ഞൂടാ. അവർ ഉദ്ദേശിക്കുന്ന ആംഗ്യം ഇതാണെന്ന്. അവർ ആംഗ്യം എന്തെന്ന് പറയുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചപ്പോഴും ചോദിച്ചു എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ആകാംക്ഷ എന്താണ് ഞാൻ കാണിച്ചതെന്ന്. ഞാൻ കാണിച്ചെങ്കിൽ എനിക്ക് ഓർമ്മ വരണ്ടേ. മലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇത് കൈ പോലും വെളിയിൽ കാണിക്കാൻ പറ്റില്ല. ഗ്ലാസ് ബോഡി വണ്ടിയാണ്, ഗ്ലാസ് പോലും റണ്ണറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല. കൈ പോലും വെളിയിൽ കാണിക്കാൻ പറ്റാത്ത ഞാൻ എന്ത് ആംഗ്യം കാണിച്ചെന്ന്. ഇപ്പം മേയറായതുകൊണ്ട് ഈ സ്ഥാനത്ത് വേറെ വല്ല സാധാരണക്കാരനാണ് ഈ കാറിൽ കാണിച്ചത് ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടനെ പോലെ ഇതേപോലെ പാവപ്പെട്ടവരാരെങ്കിലും കാറിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് സർക്കസ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിടിഞ്ഞാലും. അപ്പോൾ എനിക്കറിഞ്ഞൂടെ മേയറാണെന്നൊന്നും. അതുകൊണ്ടാണ് ഇടപെട്ടത്. പിന്നെ അനിയൻ റിമാൻഡിലാവണ്ടെന്ന് വിചാരിച്ചായിരിക്കും, എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത് എന്ന് വെച്ചാൽ ആംഗ്യം. എൻ്റെ അടുത്ത് ഡിപ്പോയിലോട്ടല്ല വണ്ടി വീഴുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ ആ സംസ്കൃത കോളേജിൻ്റെ അങ്ങോട്ട് ഒതുക്കാൻ പറഞ്ഞു. ഒതുക്കിയിട്ട് കൈകാര്യം ചെയ്യാനായിരിക്കും. എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നാലും അവർക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ജോലിയുടെ കേസ് എന്തായി സാറേ എന്ന് വെച്ചപ്പോഴത്തേക്ക് എന്ത് പറയാൻ, ഇപ്പോഴത്തെ ലെവല് നമ്മുടെ ഓഫീസിൽ നിന്ന് എന്ത് കാര്യം പറഞ്ഞാലും അവർ ആ കാര്യം കുറുക്ക് വയ്ക്കുകയാണ്. അവർ അങ്ങനത്തെയാണ് നടപടി എടുക്കുന്നത്. ആയിട്ട് ബന്ധപ്പെട്ട് നമ്പർ എടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടക്ടർ തന്ന നമ്പർ കണ്ടക്ടർ എന്നിട്ട് പറഞ്ഞ് റഹീം തന്നതാണെന്ന് പറയരുതെന്ന് പറഞ്ഞു. റഹീം. അപ്പോൾ ഇതു ഇന്ന് മന്ത്രിയെ കാണാൻ പോയിരുന്നല്ലോ, ഗതാഗത മന്ത്രിയെ. എന്തായിരുന്നു അവിടെ പോയിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് ആദ്യം കയറ്റി വിട്ടില്ല. പിന്നെ വിളിക്കാൻ പറഞ്ഞു, നമ്പർ തന്നു. നമ്പർ തന്ന് വിളിച്ചിട്ട് അവിടെ ഓഫീസിൽ ആരും എടുത്തില്ല. ആരുടെ നമ്പർ തന്നത്? അവിടുത്തെ ഓഫീസിൻ്റെ മേളിലെ ഓഫീസിൻ്റെ നമ്പർ തന്നു. ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞ നമ്പർ തന്നു. വിളിച്ചപ്പോഴത്തേക്ക് ആള് അവരാരും എടുത്തില്ല. ഇടയ്ക്ക് ബിസി കേൾക്കുന്നു. പിന്നെ ഒരു 6-7 പ്രാവശ്യം വിളിച്ചു, എടുത്തില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വെളിയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ വക്കീലിനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്, കയറ്റി വിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വെളിയിൽ നിന്നപ്പോഴത്തേക്കാണ് PS ഇറങ്ങി വരുന്നത്. സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്ന് വിളിച്ചപ്പോൾ ഏതുവാ പറയേണ്ട കാര്യമില്ലല്ലോ പേര്, നിന്നെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നാട്ടിലെ എല്ലാവർക്കും ലോകത്തിലെ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ് എൻ്റെ ജോലിയുടെ കേസ് എന്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ ജോലി 2 മാസമായി, ഇന്ന് 27-ാം തീയതി ആകുമ്പോൾ 2 മാസമാവുകയാണ്. അപ്പോൾ ജോലിയുടെ കേസ് എന്തായി സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് പറയാൻ, ഇപ്പോഴത്തെ ലെവല് നമ്മുടെ ഓഫീസിൽ നിന്ന് എന്ത് കാര്യം പറഞ്ഞാലും അവർ ആ കാര്യം കുറുക്ക് വയ്ക്കുകയാണ്. അവർ അങ്ങനത്തെയാണ് നടപടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരാതിന്മേൽ എന്തെങ്കിലും നടപടി ഉണ്ടാവണം, എനിക്ക് ഈ ജീവിക്കാൻ നിവർത്തിയില്ല, സാമ്പത്തികം വളരെ മോശമായി വരെയാണ്, അപ്പോൾ ജീവിക്കാനുള്ള ഒരു ഇതുമില്ലെന്നും പറഞ്ഞാണ് ആ പേപ്പർ കൊടുത്തപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. സാറിൻ്റെ ഞാൻ പറഞ്ഞു സാറ് ഇങ്ങനെ ഉദാസീനതയോടെ പറയല്ലേ, എൻ്റെ സീരിയസ് മാറ്ററായിട്ട് കണ്ട് ഇപ്പോൾ സാറിനെ ഒന്ന് അവതരിപ്പിക്കണം, എനിക്ക് അടുത്ത മാസത്തിലെങ്കിലും ജോലിക്ക് കയറണം, ഈ മാസം എങ്ങനെയെങ്കിലുമൊക്കെ തീരാറായി, അടുത്ത മാസത്തിലേക്ക് എന്നെ പരിഗണിച്ച് ജോലി കയറ്റണം, അല്ലെങ്കിൽ സാറ് ഒരു കാര്യം ചെയ്യും പറഞ്ഞു വിടണം, ഒന്നീ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. കേസായില്ലല്ലോ, പ്രതിയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുമില്ല, ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല. അതായത് ഓഫീസിലുള്ളവർക്കെല്ലാം യദുവിനെ തിരിച്ച് ജോലിക്ക് കയറ്റണമെന്ന് തന്നെയാണ് അവർക്കെല്ലാവർക്കും താല്പര്യം തന്നെയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്നാലും അവർക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതാണ്. അല്ല ഇത് പോട്ടെ, ഇന്നലെ 1 മാസമായി. അപ്പോൾ എങ്ങനെ ഈ യദു ജോലി ചെയ്തുകൊണ്ട് വരുന്ന ഒരു വരുമാനം യദുവിനുണ്ടായിരുന്നത്? അച്ഛൻ്റെ തയ്യൽ മിഷൻ ചെറുതായിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പണി കിട്ടുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. അച്ഛന് തയ്യൽ മിഷൻ നന്നാക്കുന്ന സെയിൽ സ്പെയർ പാർട്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പം കച്ചവടവും കാര്യങ്ങളൊക്കെ കുറവാണ് പൊതുവെ. സ്കൂള് തുറന്നിട്ട് സ്കൂള് തുറക്കുന്ന സമയത്തല്ലേ എല്ലാവരും തയ്യൽ മിഷനൊക്കെ നന്നാക്കി എടുക്കുകയും അത് കഴിഞ്ഞിപ്പം പൊതുവെ ഡല്ലാണ്. മോൻ എത്രയല്ല പഠിക്കുന്നത്? മോൻ 3-ാം ക്ലാസ്സിലാണ്. 3-ാം ക്ലാസ്സിൽ ഇവിടെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനിപ്പോൾ പനിയാണ്. ഇന്നലെ SIT ആശുപത്രിയിൽ പോയി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണ തന്നെ പൈസ ഇല്ല, നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കിട്ടി, പക്ഷെ പനി കുറവില്ല, ഇങ്ങനെ പനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ജോലി ഇല്ലാത്ത ഒരവസ്ഥയും വന്നത്. പിന്നീട് ഈ പാർട്ടിക്കാർ അന്നത്തെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പിന്നീട് ഈ പാർട്ടിക്കാരിൽ നിന്നോ മറ്റോ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടുണ്ടായിരുന്നോ? ഫോൺ മുഖേനയോ നേരിട്ടോ? ഇല്ല.
ഇന്ന് ഒരു പാർട്ടിയിലുള്ള എൻ്റെ ഒരു ചേട്ടൻ തന്നെ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആ ചേട്ടനെ ഞാൻ വിളിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ കുളിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഇത്രത്തോളം എത്തൂലായിരുന്നു. അതായത് നമ്മളെ ശിവൻകുട്ടി അന്ന് MLA ആയിരുന്നപ്പോഴും അസിസ്റ്റൻ്റ് PA ഇതായിരുന്നു, PA എന്തോ ആയിരുന്നു. ഇപ്പോൾ അസിസ്റ്റൻ്റ് തന്നെ PA തന്നെയാണ് ആ ചേട്ടൻ. ഇന്ന് എന്നെ കണ്ട് അവിടെ വെച്ച് എന്ത് വന്നതെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു എന്തിനാണ് വരുന്നത് ഇവിടെ, ജോലി ഇല്ലാത്ത അവസ്ഥ ചേട്ടാ. അന്ന് ചേട്ടൻ ഒരു ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇനി ഒന്നും സോൾവ് ചെയ്യാൻ പറ്റൂലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ, എൻ്റെ കൈ വിട്ടുപോയെന്ന്. എൻ്റെ കൈ വിട്ടുപോയി, ഇനി എനിക്കൊന്നും സോൾവിങ് മെൻറ്റാലിറ്റി എനിക്ക് ഇനിയില്ല. എന്നുവെച്ചാൽ കേസിൻ്റെ പരമായിട്ട് പോകട്ടെ, അതുവരെ എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോയത്. ഇതിന് മുമ്പ് അങ്ങനെ KB ഗണേഷ് കുമാർ നേരിട്ട് കണ്ടിരുന്നോ മന്ത്രി? ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും സാറ് സ്ഥലത്തില്ലായിരുന്നു. ഞാൻ അന്ന് ഗണേഷ് കുമാർ പറഞ്ഞത് എന്തായാലും റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് പിന്നെ അനുകൂലമായിട്ടുള്ള ഒരു നടപടി അല്ല. പിന്നെ സാറ് പറഞ്ഞ് അന്ന് അങ്ങനെ പറഞ്ഞു. പിന്നെ സാറ് രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് കേസ് അന്വേഷണം കൊണ്ടുവരട്ടെ, റിപ്പോർട്ട് വരട്ടെ. അതായത് പോലീസ് കൊണ്ടുവരാനും പോകുന്നില്ല, എനിക്ക് ജോലിക്ക് കയറാനും പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ള സാറിന് അറിയാം. ഇതിൽ തെറ്റുകാരനല്ലെന്ന് സാറിന് അറിയാം. സാറിന് അത് സ്വന്തം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ KSRTC ആണ് ഓടിച്ചുകൊണ്ടിരുന്നത്? വേറെ ജോലി ഒരുപാട് പേര് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് പറഞ്ഞു വിട്ടാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കോസ്റ്റ് ഓഫ് ഡാമേജോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ച് പേപ്പർ ക്ലിയർ ആയിട്ട് പോയില്ലെങ്കിൽ നാളെ ഒരു കോസ്റ്റ് ഓഫ് ഡാമേജ് എഴുതി വെച്ച് തരും. ഈ 10,000 രൂപ അടച്ചത് എങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അവരത് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് KSRTC എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കേസുകളാണ്. അപ്പം നമ്മൾ അന്ന് പലരും പറയുന്നത് അന്നത്തെ കണ്ടക്ടർ കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ ഇപ്പോൾ കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരുമായിട്ടൊക്കെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം അന്നത്തെ സംഭവത്തിന് ശേഷം ഈ പുള്ളിക്കാരൻ വിളിക്കുകയോ കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു? കണ്ടക്ടർ അന്നത്തേന് ശേഷം വിളിച്ചില്ല. എൻ്റെ അടുത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കണ്ടക്ടർമാരെല്ലാവരും വിളിക്കുന്നുണ്ട്, ഇദ്ദേഹം വിളിച്ചിട്ടില്ല. അവരൊക്കെ സപ്പോർട്ടാണോ? അവരെല്ലാവരും പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാവരും ഉണ്ട്, സപ്പോർട്ടാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. അവൻ പറയണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ എൻ്റെ കൂടെ നിങ്ങൾ വന്നിരുന്നെങ്കിലോ എൻ്റെ കൂടെ ആയിരുന്നെങ്കിലോ ഈ ഒരു അവസ്ഥ വരൂലായിരുന്നു, ഫസ്റ്റ് ഞാൻ തന്നെ ഇടപെടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതാണ് അവസ്ഥ എന്ന് വെച്ചാൽ അവൻ്റെ സേഫ്റ്റി നോക്കിയത്, പക്ഷേ അവനിത് പാരയാവും. അവനൊരു ഇത് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു KSRTC വിജിലൻസിന്. എന്തായിരുന്നു? KSRTCക്ക് അന്വേഷണ വിഭാഗം ഇല്ല എന്ന് പറയുന്നു, പക്ഷെ വിജിലൻസ് ഉണ്ട്. വിജിലൻസ് ഉണ്ട്, അന്വേഷണ വിഭാഗം ഉണ്ട്. അതിൽ ഇവന് വേബിലിൽ എഴുതി വെച്ചിരിക്കുന്നത് സച്ചിൻ ദേവ് MLA വണ്ടി കയറിയ ജനറൽ ട്രിപ്പ് മുടങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. അത് എനിക്കൊരു തെളിവാണ്. എന്നിട്ട് രണ്ടാമത് പറഞ്ഞേക്കുന്ന അവന് ദോഷമില്ലാത്ത രീതിയിൽ MLA കയറിയിട്ട് വണ്ടി എവിടെ സ്റ്റേഷനിലോട്ടോ ഡിപ്പോയിലോട്ടോ പോട്ടെന്ന് പറഞ്ഞാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഞാൻ വായിച്ചു. ജസ്റ്റ് ഡ്രൈവിംഗ് സീറ്റിലായിരുന്നല്ലോ അപ്പോഴും. ഞാൻ അപ്പോഴും അവർ പിടിച്ചിറക്കാൻ നോക്കിയിട്ട് ഇറങ്ങൂല. ഇങ്ങനെ ഒരു വിഷയമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമോ വരുമ്പോൾ സീറ്റിൽ നിന്ന് ഇറങ്ങരുതെന്ന് നമുക്ക് പ്രത്യേകിച്ച് നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സച്ചിൻ ദേവ് വന്നിട്ട് സ്റ്റേഷനിൽ ഡിപ്പോയിലേക്ക് വണ്ടി വിടാൻ പറയുന്നത് ഇത് കേട്ടിരുന്നില്ലേ? എൻ്റെ അടുത്ത് ഡിപ്പോയിലോട്ടല്ല വണ്ടി വിടാൻ. എൻ്റെ അടുത്ത് പറഞ്ഞ ആ സംസ്കൃത കോളേജിൻ്റെ അങ്ങോട്ട് ഒതുക്കാൻ പറഞ്ഞു. ഒതുക്കിയിട്ട് കൈകാര്യം ചെയ്യാനായിരിക്കും. പക്ഷേ ഈ ഡോറ് തുറന്നു കൊടുത്തില്ല. ഞാൻ ഈ ഡോറ് ഇട്ടടി കണ്ടക്ടർ പറഞ്ഞതിന് ശേഷം, ഫ്രണ്ടിൽ കണ്ടക്ടർ ഇരിക്കുകയില്ല, കണ്ടക്ടർ പറഞ്ഞതിന് ശേഷമാണ് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. അല്ല, ഇതിനിടയ്ക്ക് ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റെന്നാണെന്ന് തോന്നുന്നു കൈരളി TV-യിൽ ഒരു സംഭവം കാണിച്ചിരുന്നു. എന്തോ ഒരു പാക്കറ്റ് എടുത്ത് വലിച്ചെറിയുന്നതായിട്ട്. അതാണ് നാരങ്ങ മുട്ടയുടെ കവർ. അതിന് ഇവർ പറഞ്ഞ് പാൻപരാഗ് അല്ലെങ്കിൽ വേറെന്തൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ്. യഥാർത്ഥത്തിൽ നാരങ്ങ മുട്ടായി അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ടക്ടറിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ കണ്ടക്ടറിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പാൻപരാഗാണോ എന്താണെന്നുള്ളത് അവർ എന്തുകൊണ്ട് അവരപ്പം ഇത്രയൊക്കെ സൂം ചെയ്തിട്ട് തറയിൽ കിടക്കണ മറ്റൊരു ചാനലുകാരും കാണിച്ചിട്ടില്ല. അത് തന്നെ ഇവർ കാണിച്ചിട്ടുണ്ട്, ശരി തന്നെ. ഇവർ എന്തുകൊണ്ട് ആ തറയിൽ വിടുന്നപ്പോൾ എന്തുകൊണ്ട് അത് എടുക്കാത്തത്, അതെടുത്ത് സൂം ചെയ്ത് നോക്കാതെ നാരങ്ങ മുട്ട എന്ന് വെച്ചാൽ പൊതുവെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക.
തെറ്റിദ്ധരിപ്പിക്കുക, എന്നെ മാനം കെടുത്തുക, പെണ്ണ് വിഷയമാക്കുക, അതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു നടിയെ കൊണ്ടുവന്നു. യഥാർത്ഥത്തിലേ ഞാനൊരു ആ സംഭവത്തിലേക്ക് വരാം. ഒരു നടിയെ കൊണ്ടുവന്നു, ഒരു നടി പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു, ഒരു വർഷം മുമ്പ് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. അത് യദുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ ഇതുപോലെ പുരുഷന്മാർ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ഒഴികെയുള്ള മറ്റാൾക്കാർ ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പറയുന്നതാണ്, എവിടെന്നെങ്കിലുമൊക്കെ ഇതുപോലെ പൊട്ടിമുളച്ച് വരും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ നടിയെ അറിയാം? ആ നടിയെ എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാ. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഉണ്ടായോ അവിടെ വെച്ച്? ഞാൻ പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുന്നംകുളത്ത് വെച്ചല്ല, കുന്നംകുളം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അതിലൊരു കണ്ടക്ടറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അന്ന് ഷെഡ്യൂൾ കണ്ടക്ടറല്ല വന്നത്. ആ കണ്ടക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, പക്ഷേ നീ ഈ സീറ്റിൽ നിന്ന് എണീറ്റ് പോയിട്ടില്ല. പിന്നെ പറഞ്ഞ ആ പെൺകുട്ടി പറഞ്ഞേക്കണ റോക്കി ബായിയെ പോലെ നടറോടി വണ്ടി കിട്ടിയിട്ട് ഇറങ്ങി വന്നതല്ലേ പറയുന്നത്. ഈ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, ഞാനാണ് പോയി സംസാരിച്ചത്. പക്ഷെ അന്ന് MVD അല്ല, പോലീസാണ് അവിടെ കിടന്നത്. പോലീസിൻ്റെ അടുത്ത് ഞാനാണ് പോയി സംസാരിച്ചത്. സംഭവം ഫ്രണ്ടിൽ ഇതേപോലെ കാറിൽ പോയിട്ട് കുത്തിച്ചവിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചതാണ്. കുത്തിച്ചവിട്ടി. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതേപോലെ ഇഷ്ടംപോലെ കാറുകാർ കാണുന്നുണ്ട്, കുത്തിച്ചവിട്ടാറുണ്ട്. നമ്മൾ സൈഡുള്ള സ്ഥലത്തൂടെ കയറി പോകുന്നുണ്ട്. ബാക്കിൽ കിടന്ന് ഇവർ ഹോൺ അടിച്ചെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ, അവിടെ ഞാൻ ആൾ കയറ്റാൻ നിർത്തി, അവർ കയറിപ്പോയെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പോലീസ് വന്ന് തടഞ്ഞു നിർത്തിയെന്ന് പറയുന്നു. ഇതൊന്നും ഏതും അറിഞ്ഞിട്ടില്ല. ഈ പോലീസ് വന്ന് ഞാൻ അറിയാത്തതല്ല, ഞാൻ ഈ കേസ് 1 വർഷത്തിന് മുന്നേ നടന്നത്. ഇതേപോലെ ഒത്തിരി കേസുകൾ, വണ്ടികൾ ഇങ്ങനെ പോകുന്നതും പ്രശ്നങ്ങളും ഒക്കെ, കൈ കാണിക്കുന്നവരുണ്ട്, കാല് കാണിക്കുന്നവരുണ്ട്, ചിലവർ വേറെ രീതിയിലൊക്കെ ആംഗ്യം കാണിക്കുന്നവരുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം ഇത് ഇപ്പം ഓരോ സ്ഥലത്തുനിന്ന് ഇപ്പോൾ നമ്മളെ വേലി കെട്ടാൻ പറ്റൂലല്ല എന്ന് പറയും പോലെയാണ്. അപ്പോൾ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇത് അന്ന് പക്ഷേ അവർക്ക് അത് അവിടെ വെച്ച് ഡീൽ ചെയ്യായിരുന്നു. അന്ന് പോലീസുകാരാണ് അവിടെ ഉണ്ടായിരുന്നത്, MVD അല്ല, പോലീസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ആ പരാതി കൊടുക്കണമെങ്കിൽ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ഞാൻ വില്ലിങ്ങുമായിരുന്നു. അവർ പറയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഓന്ന് പറയുള്ളൂ, പരാതി കൊടുക്കാൻ പറഞ്ഞു. നമ്മളെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത് വലിയൊരു പർവ്വതീകരിച്ച് അവർ പറയുന്നേ ഉള്ളൂ. അവരെ ഇതേപോലെ മോശമായിട്ട് ഒരു പോലീസുകാരൻ്റെ മുമ്പ് വെച്ച് ഒരു പെണ്ണിന്, സ്ത്രീയെ നമുക്ക് എന്തെങ്കിലും മോശമായിട്ട് പറയാൻ പറ്റുമോ? പോലീസുകാരനെ മാറ്റി വെച്ചാലും പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ലല്ലോ. ഇതിപ്പോൾ വണ്ടിക്കകത്തും സ്ത്രീകളുണ്ട്. നമുക്ക് ഇത്രയും വണ്ടിക്കകത്ത് പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മോശമായിട്ട് പറയണം? നിങ്ങൾക്ക് ഇന്നേ വരെയുള്ള കേസ് തിരഞ്ഞെടുക്കുക. ഞാൻ ബസ്സിൽ പോയ പ്രൈവറ്റ് ബസ്സിലായാലും ഒരു സ്ത്രീയെ അപമാനിച്ചതോ പേര് വിഷയമോ അങ്ങനത്തെ വിഷയം നിങ്ങൾ ഏത് ബസ്സിൽ കയറി, പ്രൈവറ്റ് ബസ്സിൽ കയറി തിരഞ്ഞു യദുവിനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിര യാത്രക്കാരാണെങ്കിൽ അവർ പറയും, ഒരു പെണ്ണുങ്ങൾ പോലും മോശം പറയൂല. KSRTC കാട്ടി കൂടുതൽ പെട്ടിപ്പുറത്തും ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിലൊക്കെ തിങ്ങി നെരുങ്ങിയാണ് പെണ്ണുങ്ങളിരിക്കും. അങ്ങനെയൊക്കെ വൈകൃതം ഉള്ള ഒരാളാണെങ്കിലേ ഒരു 5-6 പ്രാവശ്യം ഒരു 10-20 കേസെങ്കിലും ആവേണ്ടേ? ശരിയാണ്. അപ്പം അതൊന്നും ഒക്കെ. പിന്നെ എനിക്ക് ഇത്രയും ദൂരം വണ്ടി ഓടിക്കുന്ന ടെൻഷൻ ഉണ്ട്. നമുക്ക് ഇത്രയും സമയത്തിന് ആളുകൾ എത്ര സമയത്തിനകത്താണ് ഓടിയെത്തേണ്ടത്? നമ്മൾ സമയത്തിന് എത്താറില്ല. റോഡ് ബ്ലോക്കും. മിക്ക കാറുകാരെന്ന് വെച്ചാൽ ചിലവർ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ഒതുങ്ങി, ചിലവർ ഒതുങ്ങാതെ മനഃപൂർവ്വം നടുക്കൂടെ പോകുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആണെങ്കിൽ കയറി പോകും. ഇവരാരെയും ശല്യം ചെയ്യാറില്ല. പൊതുവേ ഞാൻ ചെറു വണ്ടിക്കാരായല്ല, വലിയ വണ്ടിക്കാരായാലും നമ്മൾ ഒതുക്കി വെക്കുന്നു. ആളിറക്കാൻ ഉണ്ടെങ്കിൽ ഒതുക്കി വെക്കുന്നു, കയറും. മിക്കവാറും ആ കോഴിക്കോട് റോഡാണ് അത്, കുന്നംകുളം. അപ്പോൾ അതിൽ മിക്ക പ്രൈവറ്റ് ബസ്സുകാരും ഇതേപോലെ നടുക്കൊക്കെ വെച്ച് പോകുന്നവരുണ്ട്. നമ്മൾ സൈഡിൽ ഒതുക്കി നിർത്തി ആൾ കയറ്റുന്നു, പോകുന്നു, കൈ കാണിക്കുന്നവരെ കയറ്റി കൊണ്ട് പെട്ടെന്ന് സ്ഥലം വിടുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തുക, അല്ലെങ്കിൽ വഴിക്കടവ് എത്തുക. കോഴിക്കോട് നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് ഏറ്റവും ലോങ് ആയിട്ടുള്ള ട്രിപ്പ് വഴിക്കടവാണ്. പിന്നെ കോഴിക്കോട് മിന്നലുണ്ട്, അതും ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇത്രയും കോഴിക്കോട് എത്ര മണിക്കൂർ? അവർ പറയുന്നത് 7 മണിക്കൂർ 8 മണിക്കൂറിനകത്ത് എത്തണം എന്ന് പറയും. പക്ഷെ എത്താറില്ല. സ്റ്റോപ്പുകൾ കുറവാണ്. 7 സ്റ്റോപ്പ്, ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പ്. മിന്നൽ ബസ്സും ഇതേപോലെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് തടയും. നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല. പക്ഷേ കേസ് എടുക്കുന്നത് അങ്ങനെ എടുക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എന്ത് ചെയ്താലും ഇപ്പം മേയറായതുകൊണ്ട് ഈ സ്ഥാനത്ത് വേറെ വല്ല സാധാരണക്കാരനാണ് ഈ കാറിൽ കാണിച്ചത് ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടനെ പോലെ ഇതേപോലെ പാവപ്പെട്ടവരാരെങ്കിലും കാറിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് സർക്കസ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിടിഞ്ഞാൽ. അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം. അല്ല, ഇനിയിപ്പം നമ്മളിത് പറഞ്ഞ് എല്ലാവരും ചേട്ടാ ഈ കാറിൽ പോവേയില്ലേ, ഈ കാറിൽ പോകുമ്പോഴത്തേക്ക് കാറിൻ്റെ ഗ്ലാസ്സിൽ ബാക്കിൽ ഇരുന്നിട്ട്, ഇതിലാണെങ്കിൽ ഇത്തിരി വിസ്താരമുണ്ട്. വാഗണറിൽ 3 പേര് ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ തിരിഞ്ഞ് നോക്കാം? നമുക്ക് തല ഇത്രേ തിരിയുള്ളൂ.
നേരെ ബാക്കിൽ തിരിയണമെങ്കിൽ മൂങ്ങയുടെ തലേ. അല്ല, ഇത് എങ്ങനെയെന്നറിയോ, ഈ ചില നമ്മൾ ഈ വണ്ടിയിലൊക്കെ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകില്ല, അവര് മുട്ടുകാലിൽ നിന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും. ചിലപ്പോൾ അങ്ങനെ വല്ലതും അല്ല, ഇത്രയും ആൾക്കാർ 3 പേര് എന്തായാലും ചെറിയ കുട്ടികളല്ലല്ലോ ഇരിക്കുന്നത്, വലിയ വലിയ കുട്ടികളാണല്ലോ. അപ്പോൾ ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ അവർക്കത് തെളിയിക്കാനും പറ്റിയിട്ടില്ല. അംഗം കാണിച്ചു എന്ന് പറയുന്നു. അപ്പം ഞാനും പറയണം, എന്നെ അംഗം കാണിച്ചെന്ന് പറഞ്ഞാൽ അത് സത്യം, അത് വില പോവില്ല, അത് വില പോവില്ല, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അതാണ് അല്ല. അപ്പം ഇത് എല്ലാവരും പറഞ്ഞത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നാലും എന്തായിരുന്നു, നമുക്കൊന്ന് ചുരുക്കി ഒന്ന് പറയൂ, അതെന്താണ് സംഭവം? അത് ചുരുക്കി പറയണമെന്ന് വെച്ചാൽ പട്ടം കേശവദാസപുരം വരെ വണ്ടി സ്മൂത്തായിട്ട് ഓടി വന്നു. പട്ടം വരെ കേശവദാസപുരത്ത് ഒരു കാറിൽ ഇതേപോലെ ഒരു കാറ് സൈഡിൽ കിടന്നു. അപ്പോൾ കാറിൽ ഫ്രണ്ടിൽ 3 പെമ്പിള്ളേരുണ്ടായിരുന്നു. ആ 3 പെമ്പിള്ളേരെയും അവരെ കാറിൻ്റെ അടുത്ത് നിർത്തി കൊടുത്തു. സ്റ്റോപ്പിൽ പോലും ഇല്ല, കുറച്ചും കൂടെ മുന്നോട്ടായിരുന്നു കാറ് നിർത്തി. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി തരുമെന്നായിട്ട് അവർ 3 പേരെ ഇറങ്ങാനുള്ളൂ. അവർ 3 പേരെ ഇറക്കി കൊടുത്ത് അതിൻ്റെ അച്ഛനും അമ്മയും ആരോ ആണെന്ന് തോന്നുന്നു, ഇത്തിരി വലിയ കുട്ടികളാണ്, നിർത്തി കൊടുത്ത് അവർ ടാറ്റയൊക്കെ പറഞ്ഞ് ചേട്ടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് പട്ടത്തൊരാൾ ഒരു പയ്യെ ഇറങ്ങാണ്ടായിരുന്നു, അവിടെ നിർത്തി ഇടത് സൈഡ് മാക്സിമം ചേർത്ത് നിർത്തി ഒരു കാർ പോകാൻ. ഇപ്പുറത്തെ സൈഡ് മൊത്തം ആട്ടകൾ, ചേട്ടന് രാത്രി പോകുമ്പോൾ അറിയാം, ആട്ടകൾ നിരത്തിയിട്ടേക്ക് ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ ശല്യം ചെയ്യാതെ അതിൻ്റെ സൈഡിൽ നിർത്തി ആളിറക്കിയിട്ട് വലത്തോട്ട് പിടിച്ച് ഒരു ആട്ടോ ഇങ്ങനെ റോങ്ങായിട്ട് കിടക്കുന്നുണ്ട്. വലത്തോട്ട് പിടിച്ചെടുത്തപ്പോഴാണ് 2 കാർ പാസ് ചെയ്ത് ഹോൺ അടിച്ച് പോയി. വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇത് കൈ പോലും വെളിയിൽ കാണിക്കാൻ പറ്റില്ല, ഗ്ലാസ് ബോഡി വണ്ടിയാണ്, ഗ്ലാസ് പോലും റണ്ണറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല, കൈ പോലും വെളിയിൽ കാണിക്കാൻ പറ്റാത്ത ഞാൻ എന്ത് ആംഗ്യം കാണിച്ചെന്ന്. പക്ഷേ ഒരു ആംഗ്യം കാണിച്ചു, പക്ഷേ അത് ഏത് സമയത്ത് ഡോറ് വലിച്ച് തുറന്ന് പാളയത്ത് വന്ന് സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവർ ആദ്യം റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാണ് അടി കൂടുന്നത്. അതായത് യദു ആ സീബ്ര ലൈനിൽ കൊണ്ട് വണ്ടി നിർത്തിപ്പോ ഇവർ കൊണ്ടൊന്ന് കുറുക്ക് വെച്ചു. ആ പയ്യൻ വന്നിട്ട് റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മേയർ വന്ന് നിന്റെ തന്തയുടെ വക എന്നൊക്കെ അവൻ ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ തന്തയുടെ വക എന്ന് ചോദിച്ചപ്പോഴാണ് മേയർ ചാടി ഇറങ്ങി വന്നത്. അല്ല, ഇത് ആയതുകൊണ്ട് തന്തയുടെ വകയെന്ന് ചോദിച്ചോളൂ, ഞാൻ അങ്ങനെയാണെങ്കിൽ തന്തയുടെ വകയെന്ന് ചോദിച്ചു. അത് തന്നെ. അപ്പോൾ എന്നെ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ തന്തയുടെ വകയാണെന്ന് ചോദിച്ചു. തിരിച്ചു പറഞ്ഞു അങ്ങനെ ചോദിച്ചോളൂ. അവൻ ചോദിച്ചതിൻ്റെ അതേപോലെ തിരിച്ചു പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാലേ അത് യദുവിന് ഈ കാറിനകത്ത് നിന്ന് ഇറങ്ങിയത് മേയറാണെന്ന് അറിയില്ലായിരുന്നു. ഇല്ല, അറിയത്തില്ലായിരുന്നു. അത് തെറ്റല്ലേ യദു? അതിനിപ്പോൾ നമ്മൾ അത് തെറ്റല്ലേ? കാരണം ഇത്രയും പ്രശസ്തയായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വണ്ടിയിൽ ഇതാ മീഡിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ മീഡിയ എന്ന് എഴുതിയിരിക്കുന്ന വണ്ടി നമുക്ക് കണ്ടറിയാം മീഡിയയുടെ വണ്ടിയാണ്. അല്ലാതെ ഈ വണ്ടി സാധാ ഒരു വണ്ടി ആ മീഡിയ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആരെ വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. അല്ല, അതങ്ങനെയല്ല. നമ്മളിപ്പോൾ മോഹൻലാലിനെ, മമ്മൂട്ടി, ശോഭന, ഉർവശി, നയൻതാര ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ തിരിച്ചറിയുമല്ലോ. ശരിയാണ്. അതുപോലെ പക്ഷെ നിങ്ങൾ ശരിയാണോ? അത് കാരണം യദുവിനെ പോലെ ഒരു ഡ്രൈവർ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഇതിപ്പോ നമ്മൾ ഡെയിലി വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലല്ലോ. നമുക്ക് രാവിലെ എണീറ്റ് രാത്രി രാവിലെ 4 വർഷം കൊണ്ട് മേയർ ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണല്ലോ വാർത്തകളിലേക്ക്. ശരി, ഇതുമായിട്ട് ബന്ധം എനിക്കില്ല. രാവിലെ പോകുന്നു, രാത്രി വരുന്നു, കൊച്ചിനെ പോലും നേരെ പോയി കാണുന്നില്ല, പിന്നെയാണ് മേയറിനെ കാണുന്നത്. അപ്പൊ മേയർ എന്താ പറഞ്ഞത്? അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ തന്തേരെ വകയാന്ന് ചോദിച്ചു. അങ്ങനെ പയ്യനാണ് ചോദിച്ചല്ലേ? പയ്യനും ബാക്കിയുള്ള പയ്യന്മാരെല്ലാരും കൂടെ. ഈ സച്ചിൻ ദേവ് 3 പയ്യന്മാരും ഉണ്ടായിരുന്നു. സച്ചിൻ ദേവ് ഉൾപ്പെടെ 3 പയ്യന്മാരുണ്ടായിരുന്നു ഇറങ്ങി വന്ന. ഈ സച്ചിൻ ദേവ് ആണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല. അതിൽ വന്ന് റോങ് ആയിട്ട് കൂടുതൽ സംസാരിച്ച ഒരു താടി വെച്ച പൊക്കമുള്ള അനിയൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സച്ചിൻ ദേവ് ഉൾപ്പെടെ വന്നിട്ട് അപ്പോൾ അവരെല്ലാം നിൽക്കാന്നല്ല കണ്ട് അപ്പോൾ മേഡം ഇറങ്ങി വന്നു. അതിനുശേഷമാണ് പൊക്കമുള്ള ഒരു വണ്ണമുള്ള ഒരു വ്യക്തി ഇറങ്ങി വന്നു. ആരാണെന്ന് എനിക്കറിഞ്ഞൂടെ. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ റാഷ് ഡ്രൈവിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചതെന്ന് ഞാൻ കേട്ട്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചത്, എന്ത് ആംഗ്യം, ഇതാണോ ആംഗ്യം എന്ന് എനിക്കറിഞ്ഞൂടാ. അവർ ഉദ്ദേശിക്കുന്ന ആംഗ്യം ഇതാണെന്ന്. അവർ ആംഗ്യം എന്തെന്ന് പറയുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചപ്പോഴും ചോദിച്ചു എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചത്. എനിക്ക് ആകാംക്ഷ എന്താണ് ഞാൻ കാണിച്ചതെന്ന്. ഞാൻ കാണിച്ചെങ്കിൽ എനിക്ക് ഓർമ്മ വരണ്ടേ. പിന്നെ ഇവർ പറയുന്ന ആംഗ്യം കാണിച്ചെന്ന്. അതിനിടയ്ക്ക് മറ്റേ വേറൊരു കുട്ടി പൊക്കം കുറഞ്ഞ ഒരു കുട്ടിയും കൂടെ വന്നു. അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ സഹോദരൻ്റെ വൈഫ് എന്നാണ് പറയുന്നത്. അതും ആര്യയാണ്. അപ്പോൾ ആ കുട്ടിയും വന്ന് ആ കുട്ടിയും കാണിച്ചു എന്ന് പറഞ്ഞു. സംഭവം കാണിച്ചു. രണ്ട് പെണ്ണുങ്ങളെയും കാണിച്ചു, 2 പെൺകുട്ടികളെയും കാണിച്ചു. അപ്പോൾ 2 തവണ കാണിച്ചില്ലേ. അപ്പോൾ 2 തവണയും കാണിച്ചു. അപ്പോൾ പിന്നെ ആംഗ്യത്തിൻ്റെ പേരിലായിരുന്നു കളി. പിന്നെ പോലീസിനെ വിളിക്കുക, മന്ത്രിയെ വിളിക്കുന്നു, പിന്നെ ഇങ്ങനെ ആക്കുന്നു മേഡം. എന്നിട്ട് ഡോറ് കുറച്ചും കൂടെ ഞാൻ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ചും കൂടെ തള്ളി മേയർ തുറക്കുന്നുണ്ട്. ആ വീഡിയോയിലുണ്ട്. തള്ളി അങ്ങ് തുറന്ന് അങ്ങ്
എനിക്ക് എത്താത്ത രീതിയിൽ, അതായത് ഞാൻ കൈ കൊണ്ട് എത്തി തുറക്കണമെങ്കിൽ എൻ്റെ കൈ പിടിച്ച് താറെ തള്ളിയിടാൻ വേണ്ടിയിട്ട് അതിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ആ ലോക്കലിലുള്ള കുറേ സാർമാരുണ്ടല്ലോ പിന്താങ്ങാൻ വേണ്ടിയിട്ട് വന്നു. മേയറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആര്യയാണ്. ഞാൻ പറഞ്ഞു അതിന് ഞാൻ ആര്യ രാജേന്ദ്രനാണ്. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഞാൻ എന്ത് വേണം, നിങ്ങൾ ഈ റോങ് കാണിച്ചിട്ട് അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് മേയർ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്നും തുറക്കാൻ പറ്റിയില്ല. അതിനൊന്ന് ചോദിക്കാൻ പോയിട്ട് എന്തിനൊന്ന് പോലും ചോദിക്കാനുള്ള ഇതില്ല. എനിക്ക് അപ്പോഴാണ് കത്തിയത്. എന്നിട്ട് ഞാൻ ഇവരുടെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ബ്ലിങ്കസിയാന്ന് പറഞ്ഞ്. അപ്പം നോക്കിയപ്പോഴാണ് പിന്നീടാണ് മനസ്സിലായത് ഇപ്പം നമുക്കറിയാൻ പാടില്ലല്ലോ, ഓരോരുത്തരുടെ ശരീരമായിട്ട് വണ്ണം കുറയുകയും ഒക്കെ വരുമല്ലോ. അപ്പം എനിക്ക് അറിയാമെന്നുള്ള മേയർ ഇങ്ങനെയല്ല ഇരുന്ന്. അപ്പം ഈ ഡ്രസ്സിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല പൊതുവേ ഒഫീഷ്യൽ വാഹനമല്ല. എന്നിട്ടും ഞാൻ അവരടുത്ത് മോശമായിട്ട് ഇച്ചി പോകുന്നു പറഞ്ഞില്ല, ആ വീഡിയോയിൽ കേൾക്കാം. അതിനുശേഷം പിന്നെ എന്താ ഇടിയെന്നോ മറ്റവളെന്നോ അങ്ങനെയൊക്കെ മോശമായിട്ട് ഓരോ ഡ്രൈവർമാർ പല രീതിയിൽ സംസാരിക്കും. എന്നിട്ട് ഞാൻ ആ വോയിസ് മൊത്തം കേൾക്കാം. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണം പ്ലേ ചെയ്ത് വെക്കാം. അതിൽ എന്തെങ്കിലും മോശമായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായിരിക്കും അതല്ലാതെ ഞാൻ ഈ കാർ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കയറിയപ്പോൾ കാറിന് കയറാൻ പറ്റുന്നില്ല. പട്ടത്തുനിന്ന് കയറിയ സമയത്ത് സംഭവം ഈ കാറ് ഡിമ്മും ബ്രൈറ്റ് ഇട്ട് ഹോൺ അടിച്ച് പിടിച്ച് വരുന്നു. ഞാൻ വിചാരിച്ചു സീരിയസ് കേസാണ്. പിന്നെ ആദ്യം വിചാരിച്ചു സീരിയസ് കേസാണെങ്കിൽ മെഡിക്കൽ കോളേജ് അങ്ങോട്ടല്ലേ, പിന്നെ ഇങ്ങോട്ട് എവിടെ പോകുന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് താഴോട്ട് വന്നപ്പോൾ ഇടത്തോട്ട് കുറവൻകോണ റോഡുണ്ടല്ലോ, നമ്മളെ മരപ്പാലം റോഡ്. മരപ്പാലം റോഡ്, അവിടെ ഇത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടത്തോട്ട് ഒതുക്കി കൊടുത്തപ്പോൾ ഈ കാർ ജറ്റ് വിട്ടാണെങ്കിൽ പോയിട്ട് തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് പയ്യങ്ങ് നമ്മളെ വണ്ടി നമ്മൾ പ്ലാമൂട് എത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു ബിവറേജ് എന്തോ അവിടെ ബിവറേജ് റൈറ്റ് സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് പട്ടത്തുനിന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് അല്ലേ ബിവറേജ്? ഇല്ല, റൈറ്റ് സൈഡ് ആയിരുന്നു, അതിനിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ബിവറേജ് കറക്റ്റ് ഇടത് സൈഡാണ്. ഒരു മറ്റേ ആർച്ചൊക്കെ ഇരിക്കില്ല, വലിയ ആർച്ച. അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ആട്ടോ ഇങ്ങനെ പോകുന്നു നടുക്കൂടെ, വെള്ള വരയെ കൂടെ നടുക്കൂടെ പോകുന്നു ഈ കാർ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഈ സൈഡ് സ്ഥലമില്ല, ഈ സൈഡ് കുറച്ച് പാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് സ്ഥലമില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ കാറിനുള്ള ഡിമ്മും ബ്രൈറ്റ് വിട്ടാൽ ഹോൺ അടിച്ചിട്ട് ഈ കാർ അത്രയും അത്യാവശ്യപ്പെട്ട പോയ കാർ എന്ത് പോകാത്തേ എന്ന് ചിന്തിക്കുകയും ചെയ്തു. ചിന്തിച്ചിട്ട് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ലെഫ്റ്റ് ഫ്രീ ആയപ്പോൾ ആ ട്രാക്കിൽ കൂടെ തന്നെ വണ്ടി വന്ന ട്രാക്കിൽ കൂടെ തന്നെ അങ്ങ് പോയപ്പോഴത്തേക്ക് ഈ കാറ് ഞാൻ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോൾ ഈ കാറ് പയ്യെ പോയിക്കൊണ്ടിരുന്ന കാറ് ഇതിനൊപ്പം സ്പീഡിൽ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി അടുത്ത പണി തരാനാണ് ഈ വൺ വേയിൽ ഫസ്റ്റ് കയറിയിട്ട് ഇതേപോലെ ചവിട്ടി പിടിക്കാനാണ് ഞാൻ പോകുന്നത്. അല്ല, അവിടെ നിന്ന് അങ്ങോട്ട് വൺ വേ അല്ല, അത് മാത്രമല്ല ടേണിംഗ് വൺ വേയിൽ കയറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കയറിയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കളിച്ച പോലെ അത് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് വൺ വേ കയറി അപ്പം തൊട്ട് ഹോൺ അടിയും ബഹളവും ഈ ലൈറ്റ് ഇട്ട് കാണിപ്പും. അവിടെ നിന്ന് PMG എത്തിയാലേ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ PMG എത്തി സൈഡ് സ്ലോ ചെയ്തിട്ട് ഈ കാർ കയറി പോകാതെ സാബല്യത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പാളയം പള്ളിയിൽ അവിടെ ആളെ ഇറക്കിയിട്ടും ഈ കാറിനെ കണ്ടില്ല. സാബല്യത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ കാർ പൊടുന്നനെ റെഡ് സിഗ്നലായിരുന്നു. ഞാൻ അടുത്ത സിഗ്നൽ ഗ്രീനിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് ഗ്രീൻ വീഴുന്നപ്പോൾ എടുക്കാൻ നേരത്ത് ഈ കാർ ഇടത് സൈഡിൽ കൂടെ കയറി വന്ന് വണ്ടി കൊണ്ടുവച്ച് വച്ചിട്ട് നിൻ്റെ തന്തയുടെ വകയുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് ഇറങ്ങട താഴോട്ട് ഇറങ്ങണ ഇന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞ ഇറങ്ങണ പരിപാടിയില്ല, പോലീസ് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ആരാണ് പോലീസിനെ വിളിച്ചത്? പോലീസിനെ വിളിച്ച അവരായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. പോലീസ് വന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടായത്? പോലീസ് വന്നിട്ട് വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞു. അതുവരെ ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ടു നട റോഡിൽ അവിടെ തന്നെ ഇട്ടു. നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോലീസ് വന്ന് ഒതുക്കിയതിന് ശേഷം എന്നെ പിടിച്ചുകൊണ്ട് നേരെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തു. വെള്ളം അടിച്ചിട്ട് വന്ന ഈ മേയറോടൊപ്പം വന്നിരുന്നവരും ആ കാറിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നു എന്ന് യദുവിന് തോന്നിയോ? കണ്ണൊക്കെ ചോന്നിരുന്നു. സ്മെല്ല് അടിക്കുന്നില്ല, പക്ഷെ വേറെ സ്മെല്ലടിക്കുന്ന വെച്ചാൽ യദു മുകളിലും അവർ താഴെയാണ്. എന്നാലും നമുക്ക് മദ്യപിച്ച ആള് പെരുമാറുന്നത് കാണുമ്പോൾ പറയാം. പക്ഷെ മദ്യമല്ല, വേറെ എന്തോ ആണ്. കണ്ണൊക്കെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഞരമ്പുകൾ നമുക്ക് കണ്ണ് സംസാരിക്കുമ്പോൾ കണ്ണി നോക്കിയാലേ അപ്പം ഞരമ്പുകളിൽ ചുവന്ന ഇത് കാണാൻ പറ്റും. നല്ല എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചു നോക്കിയില്ല. ഈ പയ്യനെ പ്രത്യേകിച്ച് യവനുമായിട്ടാണല്ലോ വഴക്ക്. യവനുമായിട്ടാണ് വഴക്ക്. യവനല്ലേ വണ്ടി കൊണ്ടുവന്ന് കുറുകെ ഇടണേ. അപ്പോൾ ഈ പയ്യനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ചെങ്കണ്ണായിരുന്നെങ്കിലോ? ചിലപ്പോൾ ആയിരിക്കും. ഇവരിനി ചെങ്കണ്ണാക്കും. അല്ല, അതിനുശേഷം പിന്നെ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ ഉണ്ടായത്? ഇത് ഇപ്പോൾ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ അതിന് മുമ്പ് ഇവൻ്റെ തന്തയ്ക്ക് വിളിച്ച് ഞാൻ തിരിച്ച് പറയുകയും ചെയ്തു. അപ്പോഴാണ് മേയർ വെളിയിൽ ഇറങ്ങിയത്. അതായത് തന്ത ആകുമ്പോഴത്തേക്ക് അവൻ്റെ തന്തയാകുമ്പോൾ പൊതുവേ
മേയറമ്മയുടെ തന്തയ്ക്ക് വിളിച്ച പോലെയല്ലേ ആവുന്നത്. അപ്പോൾ എനിക്കറിഞ്ഞൂടെ മേയറാണെന്നൊന്നും. അതുകൊണ്ടാണ് ഇടപെട്ടത്. പിന്നെ അനിയൻ റിമാൻഡിലാവണ്ടെന്ന് വിചാരിച്ചായിരിക്കും, എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തത്. എന്ന് വെച്ചാൽ ആംഗ്യം. കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 10:30 തൊട്ട് രാത്രി 10:30 തൊട്ട് പിറ്റേ ദിവസം 10:30 വരെ അവിടെ ഇരുത്തിയിരുന്നു. മെഡിക്കൽ എടുത്തപ്പോൾ മദ്യപിച്ചിട്ടില്ല, നോർമലാണ്, വേറെ ഒരു കുഴപ്പമില്ല. ഇത് മദ്യപിക്കാറുണ്ടോ? ഞാൻ മദ്യപിക്കാറില്ല. കള്ളത്തനമല്ല സത്യം. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? എന്നിട്ട് പിന്നെ എന്തുണ്ടാവാൻ, അവർ നേരെ എന്നെ 10:30 തൊട്ട് രാത്രി 10:30 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10:30 വരെ അവിടെ ഇരുത്തി. ആരെങ്കിലും വന്നിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് ആരും ഇല്ലല്ലോ, നമുക്ക് സപ്പോർട്ടിങ് ആരും ഇല്ല. അപ്പോൾ വിളിച്ച ആൾക്കാരെല്ലാം തിരക്കിലായിരുന്നു, ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം പിറ്റേ ദിവസം വരെ ഒന്നും കഴിക്കാതെ അവർ വാങ്ങി തന്നില്ല. പിന്നെ അവിടെ ഇരുന്ന വെള്ളമില്ലേ, മിനറൽ വാട്ടർ പോലെ എന്തോ ഇരുന്നു, ആ കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ രാത്രി തന്നെ ആര്യരാജ്യത്തിനെ വിളിച്ചതായിട്ട് കേട്ടു. രാത്രി എൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ 10:30 ഞാൻ പരാതി എഴുതി കൊടുക്കുകയാണ്. അപ്പം നീ ഒരു കാര്യം ചെയ്യ്, പോലീസുകാർ നല്ല ആൾക്കാരുണ്ട്, അതിൽ പരാതി നീ എഴുതി കൊടു, അല്ലെങ്കിൽ നിന്നെ പെടുത്താൻ വേണ്ടിയിട്ട് നിൻ്റെ പേരിൽ വലിയ വലിയ സെക്ഷനൊക്കെ എഴുതി ചേർക്കുകയാണ്. അതിന് മുമ്പ് നീ പരാതി എഴുതി അവർ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തു. പക്ഷേ അവരെ സ്വീകരിച്ചില്ല. കൊടുത്ത് വാങ്ങിച്ചു വെച്ചതല്ലാതെ അവിടെ ഇരുന്ന് തന്നെ പരാതി എഴുതി. പക്ഷേ ആ പരാതി ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പക്ഷേ അവർ സ്വീകരിച്ചിട്ടില്ല. ടൈം വെച്ച് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്തിട്ട് അത് സ്വീകരിക്കാതെ ഇവരെ പരാതി സ്വീകരിച്ചതിന് ശേഷമാണ് എൻ്റെ പരാതി എടുക്കുന്നത്. പിന്നീട് ഈ മേയറെ വിളിക്കാൻ പറഞ്ഞ നമ്പർ തന്നത് പോലീസുകാരാണല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞ് മേയർ നമ്പർ ഉണ്ടോയെന്ന് കേട്ട്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അത് ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ട് നമ്പർ എടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ടക്ടർ തന്ന നമ്പർ, കണ്ടക്ടർ എന്നിട്ട് പറഞ്ഞ് റഹീം തന്നതാണെന്ന് പറയരുതെന്ന് പറഞ്ഞു. കണ്ടക്ടറിന് റഹീമാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ വിളിച്ച് സോറി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും താങ്കൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലാത്ത എങ്ങനെ ചെയ്തെന്ന് പറയണത്. ശരി, ഓക്കെ, എനിക്കും കൊച്ചുണ്ട്, എൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും കൊച്ചുണ്ട്, ഞാൻ കൊച്ചിനെ വെച്ചിട്ട് ഭർത്താവ് അവിടെയാണ് ജോലി ചെയ്യണത്, ഞാനും കൊച്ചിനെ ഞാൻ പറഞ്ഞു ഭർത്താവും ഭാര്യയും ഉണ്ടല്ലോ, എനിക്ക് ഭാര്യയില്ലാതെ ഞാൻ ഒരു കൊച്ചിനെ നോക്കണേണ്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അവരെ എന്നെ പിടിച്ച് വിഴുങ്ങാനുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഭയങ്കരമായിട്ട് ധാർഷ്ട്യവും ആ അധികാരത്തിൻ്റെ ഇതും കാണിച്ചു. അല്ലെങ്കിൽ ഒരു മേയർ അല്ലെങ്കിൽ വിചാരിക്കണം ജനങ്ങളെ കൂടെ നിൽക്കേണ്ട ആളാണ്. അല്ല, ഈ എ.ആർ. റഹീം യദുവിനോട് മേയറെ വിളിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണോ കണ്ടക്ടർ വഴിയാണ് എനിക്ക് ഡയറക്ഷൻ. അല്ല, അങ്ങനെ ഒരു ആവശ്യം റഹീം പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു, കണ്ടക്ടറിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. അത് പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇവർ തമ്മിലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നില്ലേ? കാരണം യദു വിളിച്ചിട്ട് ഇപ്പം മേയർ ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. ശരി, ഇനിയിപ്പോൾ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി യദു പറയും ശരി മേഡം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയായിട്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും. എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനെ ആയിരിക്കും. ചേട്ടാ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഇത്രയും ദിവസമായിട്ട് എനിക്ക് ആ ചിന്തയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരിക്കും, ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതായിരിക്കും. നമ്മളെ പെടുത്തുക, അല്ലെങ്കിൽ അവനൊരു പാഠം പഠിപ്പിക്കുക, അവൻ ഇനി ഇങ്ങനെ പ്രതികരിക്കരുതെന്നായിരിക്കും. പാർട്ടിക്കെതിരായിട്ട് പ്രതികരിക്കല്. പാർട്ടിയല്ല എൻ്റെ ഇതെന്ന് വെച്ചാൽ പാർട്ടിയല്ല. യൂണിവേഴ്സിറ്റി കോളേജിലല്ലേ പഠിച്ചത്? ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ ഈ ആര്യരാജ്യൻ യദുവിന്റെ ജൂനിയർ ആയിരുന്നു? ജൂനിയർ അല്ല, ഇവർ ആ പാർട്ടി പരിപാടിക്കെല്ലാം വരുമല്ലോ. ഞാൻ എൻ്റെ ജൂനിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പാർട്ടി ബേസിൽ എൻ്റെ ജൂനിയറാണ്. പാർട്ടി ബേസിൽ അല്ല, യദു ABVP എന്നാണല്ലോ അവരൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ്? SFI ഞാൻ പഠിച്ചത് ധനുവച്ചർ IT-ലാണ് ആദ്യം പഠിക്കുന്നത്. അവിടെ ഏത് പാർട്ടി തന്നെ എല്ലാവർക്കും കണ്ണു ഉടച്ചോട്ട് പറയാം ഏത് പാർട്ടിയാണ്. അതിനുശേഷം യൂണിവേഴ്സിറ്റി അവിടെ എനിക്ക് ആ പാർട്ടിയുടെ ഇതിലാണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ മെറിറ്റും ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഇതിലാണ് ഇവിടെ യൂണിവേഴ്സിറ്റി കിട്ടിയത്, ഡിഗ്രി കിട്ടിയത്. പാർട്ടിയുടെ ഇതില്ലെങ്കിൽ കിട്ടൂല. യൂണിവേഴ്സിറ്റിയിൽ പണ്ടത്തെ കാലം, ഇപ്പോഴത്തെ കാലം എനിക്കറിഞ്ഞൂടെ, പണ്ടത്തെ കാലത്ത് കിട്ടാൻ പാടാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. ഒന്നീ പഠിച്ച് നല്ല മാർക്ക് വേണം, അല്ലെങ്കിൽ പാർട്ടിയിലുണ്ടാവണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലും കിട്ടും. അങ്ങനെ എനിക്ക് ഫിലോസഫി മറ്റേ എക്കണോമിക്സ് കിട്ടിയിട്ട് ഞാൻ ഫിലോസഫി എടുത്തതാണ്. ഞാൻ സ്പോർട്സ് കോട്ടയാണ്, വോളിബോൾ യൂണിവേഴ്സിറ്റി പ്ലെയറാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റി പ്ലെയർ, വോളിബോൾ കോട്ടയാണ്, സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്, വോളിബോളിൽ ഉണ്ടായിരുന്നു. ഈ SFIക്ക് വേണ്ടിയിട്ടൊക്കെ സമരമൊക്കെ നടത്തിയിട്ടുണ്ടോ? പിന്നെ അല്ലാതെ കോളേജിൽ വെച്ച് SFIക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവരെ തന്നെ എനിക്ക് വലിയ അടിയൊക്കെ കൊണ്ടിട്ടുണ്ടോ? അടിയാ ടിയർ ഗ്യാസ് വന്ന് ഫ്രണ്ടിൽ വിടുന്നു, കണ്ണ് നേറിയിട്ടുണ്ട്. ആദ്യത്തെ ABVP-യിൽ അങ്ങനെയൊക്കെ ചേർന്നതെന്ന് എനിക്ക് ഓർമ്മ പോലെ. അങ്ങനെയാണ് ഇവർ പ്രചരിപ്പിക്കുന്ന പലരും. ഈ സംഘി എന്ന് പറയുന്നത് ABVP അല്ല, അവരെ എതിർക്കുന്ന എല്ലാവരും സംഘികളാണല്ലോ. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറയേണ്ടി വരും. എൻ്റെ
ചേട്ടന്മാർ കമ്മ്യൂണിസ്റ്റിലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, സംഘത്തിൽ കുറവാണ്. എന്നാലും എനിക്കെല്ലാം ഇത് എൻ്റെ പാർട്ടിയിലുള്ള എല്ലാ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പോഴും ഏതു കമ്മ്യൂണിസ്റ്റുകാരനാണോ CPM-കാരനാണോ? എനിക്ക് ഇപ്പോൾ പാർട്ടിയൊന്നും ഇല്ല. ഞാൻ വെറുത്തു. എന്തെന്നാൽ ജോലി ചെയ്താലും നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അതുമല്ലാതെ എൻ്റെ ഒരു ജോലി ചെയ്ത കേസിന് വേണ്ടിയിട്ട് ഞാനൊരു സാറിനെ വിളിച്ചു. പാർട്ടിയിലിപ്പം മന്ത്രിയായിട്ടിരിക്കുകയാണ്. സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എത്തിയത്? അഡ്വക്കേറ്റിൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലി 5 വർഷങ്ങൾക്ക് മുമ്പേ അറിയാം അഡ്വക്കേറ്റിനെ. അഡ്വക്കേറ്റ് എൻ്റെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്ത അശോക് സാറാണ്. പിന്നെ അതല്ലാതെ മൃദുൽ സാറും ഉണ്ട്, 2 വക്കീലുണ്ട്. പിന്നെ ഈ കേസൊക്കെ നടത്താനുള്ള കാശ് എങ്ങനെയാണ്? വക്കീലാണെന്നെങ്കിൽ എൻ്റെ അവസ്ഥ അറിയാമെന്നുള്ളതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് കേസ് പറയുന്നത്. കാശ് വാങ്ങാറില്ല. മൃദുൽ സാറും അങ്ങനെയാണ്, ഫ്രീ ആയിട്ടാണ്. ഇവർ രണ്ടുപേരും കൂടെ കൂടി ആലോചിച്ചാണ് കേസ് നടത്തുന്നത്. ഇപ്പോൾ യദുവിനെ അതിനുശേഷം പോലീസ് മൊഴിയെടുക്കാനൊക്കെ വിളിപ്പിച്ചിരുന്നല്ലോ. എന്നെ മൊഴിയെടുക്കാനല്ല വിളിപ്പിച്ചത്, എന്നെ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത്. അത് ശരി. അന്ന് പോയിട്ട് എൻ്റെ അടുത്ത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് വേറെ ഒന്നും എന്നൊന്ന് പ്രതീക്ഷിക്കേണ്ട സാറേ എന്ന് പറയുകയും ചെയ്തു. കുറേ 1.5, 2, 3, 4 മണിക്കൂർ ചോദ്യം ചെയ്യലാണ്, മൊഴിയെടുപ്പല്ല. പിന്നെ അത് കഴിഞ്ഞ് മെമ്മറി കാർഡിൻ്റെ തമ്പാനൂർ സ്റ്റേഷനിലെ CI വന്നിട്ട് അത് 1 മണിക്കൂർ, മൊത്തം 4-5 മണിക്കൂർ എന്നെ പിടിച്ച് അവിടെ ഇരിക്കുന്നു കൺട്രോൾമെൻറ്റ് സ്റ്റേഷൻ. അപ്പോഴത്തേക്ക് മീഡിയക്കാരെല്ലാവരും വെയിറ്റ് ചെയ്തവരെല്ലാം പോയി. എന്നുവെച്ചാൽ ഇവർ ആ ഉദ്ദേശം അതായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ? കാരണം ഗണേഷ് കുമാറിൽ നിന്നൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ് 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ 2 മാസം കഴിഞ്ഞും ഇനിയിപ്പോൾ അവിടെ നിന്ന് അനുകൂലമായിട്ടുള്ളൊരു നടപടി KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ഇതിപ്പോൾ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്തായാലും അവിടെ സത്യാഗ്രഹം ഇരിക്കുക എന്നാണ്. എവിടെയാണ് KSRTCയുടെ? അവിടെ ഫ്രണ്ടിൽ സത്യാഗ്രഹം ഇരിക്കുക. അതാണ് എൻ്റെ. അല്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മോനും കൂടെ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ കോടതിയിൽ നിന്ന്? നീതി കോടതിയിൽ നിന്ന് കിട്ടും, പക്ഷെ അതിനു മുമ്പ് പക്ഷെ നമുക്ക് എങ്ങനെ പോലീസുകാർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവരെല്ലാവരും അങ്ങനെ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണല്ലോ അവരന്ന് സപ്പോർട്ട് ചെയ്തത്. മനുഷ്യത്വമുള്ള പോലീസുകാരാണ്. പോലീസുകാർ മനുഷ്യത്വമുള്ളവർ തന്നെയാണ്. ഇപ്പം നമ്മൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 5 പേര് കാണും മോശപ്പെട്ട. അത് എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ പോലീസുകാരിൽ 95% നല്ല ആൾക്കാരാണ്. അപ്പം പോലെ മനുഷ്യരല്ലേ. ചിലപ്പോൾ ഭക്ഷണം പോലും, അതാണ് ഞാൻ എടുത്ത് ചോദിക്കാൻ കാരണം, ഭക്ഷണം പോലും ഭക്ഷണം പോലും യദുവിന് വാങ്ങിത്തരാത്തത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും യദുവിന് എനിക്ക് വാങ്ങിച്ചു തരാത്ത മാത്രമല്ല അവർക്കും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നത്തെ ദിവസം. അതെ, അവർക്കും കഴിക്കാൻ പറ്റില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ യദുവിന് ഒരുപാട് ഫാൻസുകാരൊക്കെ ഇപ്പോൾ ഉണ്ട്. കൂടുതലും സ്ത്രീകളാണ്, അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ്. ഒരുപാട് ഫാൻസുകാർ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. USA നിന്ന് വിളിക്കാറുണ്ട്, ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് വിളിക്കാറുണ്ട്. അമേരിക്കയിൽ നിന്ന് വിളിച്ച്, പിന്നെ ദുബായിൽ നിന്ന് വിളിച്ച്, സൗദിയിൽ നിന്ന് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അമ്മമാരുമായിട്ടുള്ള ആൾക്കാർ തന്നെ, ചേച്ചിമാരും ഉണ്ട്, 2-3 ചേച്ചിമാരും ഉണ്ട്. ചേച്ചി എന്ന് വിളിച്ചാൽ മതി, മാഡം എന്ന് വിളിച്ചാൽ പറഞ്ഞ മക്കളെ എന്നെ ചേച്ചിയായിട്ട് കണ്ടാൽ മതി, ചേച്ചി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ യദുവിനെ ഒരു പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിന് കാരണമുണ്ട്. കാരണം അവരുടെ പാർട്ടിയിൽ എല്ലാവരും വളരെ മാന്യന്മാരാണ്. പി ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പഴയ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, ഇപ്പോൾ KTDC ചെയർമാനായിരിക്കുന്ന PK ശശി, അങ്ങനെ ഒരുപാട് പേര്, ഇവരെല്ലാവരും വളരെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെ ഇതിലൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും യദുവിനെ പെണ്ണുപിടിയെന്നൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, സാമ്പത്തികമായും ഏത് രീതിയിലും മാനസികമായും ഒക്കെ. മാനസികമായി തളരുമ്പോൾ ഈ അമ്മമാരൊക്കെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്, ചേച്ചിമാരൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആശ്വാസമാണ്. നമുക്കും ഇവിടെ എനിക്കും സഹോദരിമാരും ഇല്ലാതെ ഒന്നുമില്ല, ഞാൻ മുട്ടയിട്ടല്ലല്ലോ ഉണ്ടായത്. എനിക്ക് സഹോദരിമാരുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫ്, കുടുംബമൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓരോരുത്തരായിട്ട് ജീവിക്കുന്നില്ലേ. ഈ പറയുന്ന വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നും ആരുടെ ഭാഗത്താണ് തെറ്റാണ് എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യദുവിനെ എങ്ങനെ കാണുന്നു, മറുപക്ഷത്തുള്ള ഈ മേയറേയും സച്ചിൻ ദേവിനെയൊക്കെ കേരളത്തിലെ പൊതുജനം എങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അന്തം കമ്മികളുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ടാവും. എനിക്കും ഒരു പ്രതീക്ഷയുള്ളത് KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ്. യദുവിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ തിരിച്ചു കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോട്ടെ. ശരി, ഓക്കെ.